പുതിയ KPCC അധ്യക്ഷൻ ഉടൻ എന്ന സൂചന അധ്യക്ഷനെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കെ സുധാകരനെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, നിലവിൽ ആന്റണിക്കും സണ്ണി ജോസഫിനുമാണ് സാധ്യത എന്നറിയുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി കെ സുധാകരൻ കുറേയധികം സമയം ചർച്ച നടത്തിയിരുന്നു. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു മാറ്റം, പുനഃസംഘടന അനിവാര്യമാണെന്നാണ് AICCയുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനോട് നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ധരിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുനഃസംഘടന നടക്കുമെന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖ നേതാക്കന്മാരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒന്ന് ആന്റണി MP. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നുള്ള MP ആണ്. കോട്ടയം ജില്ലക്കാരനാണ്. നേരത്തെ കോട്ടയത്തെ DCC പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം DCC പ്രസിഡന്റായിരുന്ന സമയത്താണ് അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുകയും പിന്നീട് MP ആവുകയും ചെയ്തത്. സണ്ണി ജോസഫ് നിലവിൽ MLA ആണ്. സണ്ണി ജോസഫിനും ഒപ്പം ഈ രണ്ട് പേരുകൾ പരിഗണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഏറെ നാളായി ക്രിസ്ത്യൻ സമുദായം അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായം ആ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നൊരു തോന്നൽ AICC നേതൃത്വത്തിന് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ KPCCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പക്ഷേ പാർട്ടി നിന്നും ഇവർ അകന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായ ഒരു കണക്കുകൂട്ടൽ AICCക്കും ഉണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കന്മാർക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പേരുകൾ പരിഗണിക്കുന്നത്. നേരത്തെ റോജി എം ജോൺ, അടൂർ പ്രകാശ്, ഒപ്പം ബെന്നി ബെഹനാൻ MP എന്നിവരുടെ പേരുകളൊക്കെ പരിഗണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവസാനം ഈ രണ്ട് പേരുകളിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും ആ സമയത്ത് പുതിയ KPCC അധ്യക്ഷൻ വേണം എന്ന നിലപാട് AICC സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറ്റ് പുനഃസംഘടനകളും ഉടൻ തന്നെ ഉണ്ടാവും. KPCCക്ക് നേരത്തെ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിരുന്നു. അതിൽ പ്രത്യേകിച്ചും മുൻ KPCC പ്രസിഡന്റുമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും AICC അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയത്. ആ ഉന്നതാധികാര സമിതി ഇപ്പോൾ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരുന്നു. ഒപ്പം നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ ഉന്നതാധികാര സമിതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത്തരത്തിൽ താഴെത്തട്ട് മുതൽ തന്നെ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിന്റെ നീക്കങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഉന്നത തലത്തിലൊരു പുനഃസംഘടന എന്ന കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കെ സുധാകരൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു പദവി അദ്ദേഹത്തിന് നൽകും. നിലവിൽ അദ്ദേഹം MP ആണ്. അതുകൂടാതെ തന്നെ ദേശീയ തലത്തിൽ ഒരു AICC സെക്രട്ടറി പദവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പദവി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അത്തരത്തിലൊരു ചർച്ചയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ആന്റണിയുടെ പേരും സണ്ണി ജോസഫിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി നേതാക്കന്മാരുടെ പിന്തുണയും ഇവർക്കുണ്ട്. കാരണം മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു ആൾ കൂടിയാണ് ആന്റണി. അത്തരത്തിൽ മധ്യ കേരളത്തിൽ നിന്നും ഒരു KPCC പ്രസിഡന്റ് വേണം എന്നുള്ള താല്പര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ തന്നെ പലപ്പോഴായി കോൺഗ്രസിനോട് അടുത്തു നിന്ന ക്രിസ്തീയ സമുദായം അകന്നിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത KPCC നേതൃത്വം നേരത്തെ തന്നെ AICC സെക്രട്ടറിമാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുനഃസംഘടനയിലേക്ക് പെട്ടെന്ന് നീങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു ചർച്ച നടക്കും. ഒപ്പം ഈ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അത്തരത്തിൽ ഒരു ചർച്ച കൂടി നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ KPCC പ്രസിഡന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി ബിനോയ്.